ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാമത്തെ വീടിൻ്റെ പണി ഉദ്ഘാടനമാണ്. ഇതിന് വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എപ്പോഴും ബാക്ക് ബോണായിട്ടുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആർദ്രമായിട്ട് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അത് VP മനോജ് അവർക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്ഷാധികാരിയായുള്ള ജാഫർ പോർമക്കൾക്ക്, അതുപോലെ തന്നെ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുഴുവൻ അംഗങ്ങളെയും ഇപ്പോൾ 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ രക്ഷാധികാരി ജാഫർ പോർമക്കൾക്ക് പ്രിയമുള്ളവർ, വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ നന്മയുടെ രണ്ടാംഘട്ട വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തായിട്ട് നമ്മളെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്ന എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകുന്ന കൗൺസിലർ VP മനോജ് അവരുടെ ആദരവാണ്. നമ്മയുടെ ആദ്യത്തെ സംരംഭം ജനങ്ങളാകെ ഏറ്റെടുത്തത് ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ആ കുടുംബത്തെ വീട്ടിലേക്ക് പാർപ്പിച്ചത്. ഇപ്പോൾ 2 വീട് ഒരുമിച്ച് ഏറ്റെടുക്കുകയാണ്. അതിൽ ഒന്നാമത്തത് എന്നുള്ള നിലയ്ക്ക് ഇവിടെ പണി ആരംഭിക്കുക. അടുത്തത് വീണ്ടും ഇറങ്ങിക്കൽ ഒരു സഹോദരൻ്റെ വീടും ഏറ്റെടുക്കുക. നന്മ ചാരിറ്റബിൾ സൊസൈറ്റി ഏറെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളാകെ ഇതിനെ നല്ല നിലയിൽ സ്വീകരിച്ചു എന്നതാണ് ഇതിൻ്റെ തുടക്കം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ പോകുന്ന 2 വീട് അത് ജനങ്ങളാകെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും ഈ വീട് അധികം താമസിയാതെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും അവസാനിക്കും. അടുത്തായിട്ട് നമ്മളെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് അബൂബക്കർ, ജാഫർ, ബാക്കിയുള്ള അംഗങ്ങളും. പിന്നെ എനിക്ക് എല്ലാവരോടും ഇതേ അപേക്ഷിക്കാനുള്ളൂ. നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് വളരെ ഭംഗിയായിരിക്കും. രണ്ടാമത്തെ പ്രോജക്റ്റ് ആയാലും എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് നമുക്ക് കഴിയുമ്പോഴാകാത്ത പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും. നന്മ ചാരിറ്റി ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളൊരു വീടിന് നിങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ വളരെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പുതുതായി ഏറ്റെടുത്ത 2 വീടിൻ്റെ പ്രവർത്തനവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയി അത് പെട്ടെന്ന് തന്നെ അതും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്മ ചാരിറ്റബിൾ സൊസൈറ്റിൻ്റെ രണ്ടാമത്തെ ഉദ്യമം ഇവിടെ ഉണ്ടാക്കുന്ന പ്രവർത്തനം തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ നല്ല രൂപത്തിൽ നന്നാവും, വളരെ മുന്നോട്ട് പോകും, പെട്ടെന്ന് തന്നെ ആവുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷ. മുമ്പുണ്ടാക്കിയ അതുപോലെ 10 വീടുകളുണ്ട് ഉണ്ടാക്കിയതാണ്. അതിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് നിറഞ്ഞ സന്തോഷമുണ്ട്. എന്ത് തന്നെയായാലും നമ്മളവിടെ ശ്രമിച്ചിട്ടാണ് മംഗലാപുരത്തിൽ ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നേരാണ് ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും ബഹുമാനപ്പെട്ടവരെ, നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാമത്തെ ഉദ്യമമായ ഈ വീടിൻ്റെയും ആദ്യത്തെ വീടുപോലെ തന്നെ ഈ വീടിൻ്റെയും പണി എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും പിന്തുണയും നൽകുന്നു. അടുത്തായിട്ട് നമ്മൾ പുതിയ ലൈബ്രറി ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ, നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാമത്തെ സംരംഭമാണിത്. ഇന്നിപ്പോൾ ഇവിടെ ഈ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സംരംഭം വളരെ സമയബന്ധിതമായി നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും വളരെ നേരത്തെ തന്നെ അത് പൂർത്തീകരിക്കാൻ ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി സാധിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ ഇന്ന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ വീടും അതേമാതിരി നമ്മൾ അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയുള്ള അടുത്ത വീടും എത്രയും പെട്ടെന്ന് തന്നെ അത് നല്ല രീതിയിൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രവൃത്തി നല്ല രീതിയിൽ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും.
ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ നാട്ടുകാരെ, കൗൺസിലർ, ബാക്കി പ്രസിഡൻസ്, മറ്റ് ഭാരവാഹികളെ, നമ്മുടെ ഈ ഒന്നാമത്തെ കർത്തവ്യം വളരെ ഭംഗിയായിട്ട് നമ്മൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളും 2 പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തത്. അതിൽ രണ്ടാമത്തേൻ്റെ പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. ഈ പ്രവർത്തനവും നിങ്ങളെല്ലാവരെയും സഹായവും കൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി അവസാനിച്ചതായി.